തനി തമിഴ് സിനിമയുടെ ഒരു സൂപ്പർ സ്റ്റാർ ബേസ്ഡ് ഫിലിംസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള ഒരു പടത്തിൻ്റെ മേക്കിംഗ് ആണ് വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു അജിത് ഫിലിം, പക്ക അജിത് ഫിലിം അല്ല നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് തൃശ്ശയും അജിത്തുമുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ പടത്തിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ നല്ല രസമായിട്ടാണ് പടം അവർ നമ്മൾ കോമ്പിനേഷൻ സീൻസൊക്കെ മേക്ക് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ട് തന്നെ പടത്തിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അർജുനും അജിത്തും ആയിട്ടുള്ളൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പം നമ്മൾ പല ഹോളിവുഡ് സിനിമയുടെ കമ്പാരിറ്റീവ്ലി തോന്നും പടം. എന്ന പക്ക ആക്ഷൻ മാസ് സാധനമൊന്നുമല്ല. അതിൻ്റെ ഒരു റൊമാൻറ്റിക് ഫാമിലി ഓറിയൻറ്റഡ് ആണ് പോകുന്നത്. തമിഴ് പ്ലോട്ട് ഓൾറെഡി കയറി വരുന്നുണ്ട്. പക്ഷേ ഒരു ഹോളിവുഡ് ലെവൽ റോഡ് ട്രിപ്പ് ബേസ്ഡൊക്കെ പിടിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഓറെ പറഞ്ഞ് ഒരു വൺ ടൈം വാച്ചിന് പോയി ഒന്ന് പുറലേ കണ്ടിരിക്കാം. മ്യൂസിക് കൊള്ളാം. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന ഫിലിമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സോങ്സ് ഒന്നും അത്രമാത്രം ഇല്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് പക്കായിട്ട് അനുഭവം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു വൺ ടൈം വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബോറിങ്ങും ഇല്ല. പക്ക മാസ് മസാല പ്രതീക്ഷ വരരുത്, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ബേസ് തുടങ്ങി എൻഡിങ് വരെ ഒരു പോയിക്കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായി പടം? എനിക്ക് പടം അത്ര ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തത്. പോസിറ്റീവ്സ് ആണെങ്കിൽ അതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. ഇംഗ്ലീഷ് മൂവി സ്റ്റൈലിൽ ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഒരു റോഡ് ട്രിപ്പ് മൂവിയാണ്. സോ ഫുൾ അതർ ടെറൈൻസ് ആണ്. അതൊക്കെ നല്ല ലാൻഡ്സ്കേപ്പ് അടിപൊളിയാണ്. പക്ഷേ എനിക്ക് നെക്സ്റ്റ് സൈഡ് തോന്നിയത് കുറേ സ്ലോ ആയിരുന്നു, ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട്. പടം ക്ലൈമാക്സ് കുറച്ച് അപ്പാവുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പ്രതീക്ഷ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും കഴിഞ്ഞാൽ തോന്നിയത് കുറേ അതർ ലാംഗ്വേജ് സംസാരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് വേറെ ലാംഗ്വേജാണ്. അത് മൊത്തം സബ് വന്നേക്കണം തമിഴാണ്. ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും സബ് തമിഴായിക്കൊന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കൊടുത്താൽ ബെറ്റർ ആയാണ്. കാരണം ഇത് മറ്റേ ഇതിനകത്ത് നല്ല കാര്യമായി അവരെന്തോ പറയുന്നുണ്ട്, ആ അവസ്ഥയായിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വൺ ടൈം ആവറേജ് മൂവി. തല അർജുൻ കോമ്പോ നൈസായിരുന്നു. അത് മങ്കാത്തയ്ക്ക് ശേഷം ചേർന്നു. പക്ഷേ തൃശ ഓൾസോ ഗുഡായിരുന്നു. പക്ഷേ നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുന്ന അല്ലെങ്കിൽ ഇതെന്തായാലും കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് മൂവി തന്നെ. ആവറേജ് സിനിമയാണ്, കണ്ടിരിക്കാം. അജിത്തിൻ്റെ സിനിമകളിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാം. ബോറടിക്കാനുള്ള ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു നമുക്കൊരു ടച്ച് ഉണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ ഫ്രെയിം ആണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അജിത്തിൻ്റെ അഭിനയമാണെങ്കിലും അതുപോലെ തന്നെ അർജുനുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു നോർമൽ മനുഷ്യനാണ് അദ്ദേഹം. വലിയ മാസും അതുപോലെ തന്നെ വലിയ ഒരുപാട് ആക്ഷൻസ് ഒന്നുമില്ല. കാരണം മനുഷ്യന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നോർമൽ മനുഷ്യൻ നമുക്ക് തിയേറ്ററിൽ എന്തായാലും വന്ന് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജ് സിനിമയാണ്. എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി ചിത്രമായിരിക്കും. പടം ഒരു വൺ ടൈം വാച്ച് മൂവി കേട്ടോ. ഒരു എന്നുവെച്ചാൽ ഒരു ഹോളിവുഡ് പടത്തിലെ റോഡ് മൂവി പോലെ അതുപോലെ ഒരു ടൈപ്പ് മൂവിയാണ്. ഒരു തമിഴ് പടത്തിൻ്റെ ഒരു മസാലകളൊന്നും പടത്തിലില്ല. അങ്ങനെയാണ് പോയത്. ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടം. അതെ, അജിത്ത് തൃശ ജോഡി എങ്ങനെ ഉണ്ടായി? അവർ പണ്ട് വന്നിട്ടുണ്ടല്ലോ. അവരൊരു ബാക്കി മൂവിയാണ്. തൃശ നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അർജുനായിട്ട്. അർജുൻ നന്നായിട്ടുണ്ട്. അർജുൻ നല്ലോണം പടം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളൊക്കെ അർജുനാണ് അടിപൊളിയായിട്ട്. എനിക്കൊരു അജിത്ത് പഴയ ഒരു ആക്ഷൻ സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. പടത്തെ കിടലായിട്ടുള്ളത് അർജുനാണ്. എങ്ങനെയുണ്ടായി പടം? സ്റ്റാൻഡേർഡ് പടമാണ്. മാസ് പക്കാ മാസ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് സിനിമയാണ്. അജിത്തിൻ്റെ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമ. സ്റ്റാൻഡേർഡാണ്, സ്റ്റൈലൈസ്ഡാണ്. പക്ക ഒരു ഇംഗ്ലീഷ് ടച്ചിലാണ് സിനിമ. അതെ, അജിത്ത് തൃശ ജോഡി എങ്ങനെയുണ്ടായി? തൃശ ജോഡി നന്നായിട്ട് കേട്ടിട്ടുണ്ട്. അവരുടെ റൊമാൻസാണ് പടത്തിൻ്റെ ബേസിക് ഫോമെന്ന് പറയുന്നത്. അത് പിന്നെ കുറച്ച് വയലൻസ്, അത്യാവശ്യത്തിലുള്ള വയലൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്ഷൻസാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള സിനിമയല്ല. പക്ക ഒരു അതിൻ്റെ ഇംഗ്ലീഷ് സിനിമയോട് നീതി പുലർത്തുന്ന തരത്തിലാണ്, ഒറിജിനൽ സിനിമയോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് അപ്രോച്ചാണ് മകേഷ് തിരുമേനി പടത്തിൽ നടത്തിയിരിക്കുന്നത്. അജിത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണോ മൂവി? തലയുടെ വിളയാട്ടം തന്നെ പറയാം. അത്രയും നല്ല അടിപൊളി മൂവിയാണ്. ആക്ഷനായാലും ഇമോഷണലായാലും എല്ലാം കൊണ്ടും നല്ല സൂപ്പർ മൂവി. ഒരു 2 വർഷത്തിന് ശേഷം നമ്മളൊരു പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടിയെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ തല അത്രയും നല്ല സൂപ്പർ പെർഫോമൻസാണ് തലയുടെ. അർജുൻ്റെ പെർഫോമൻസ് ഒന്നും അത്ര എടുത്തു പറയാനില്ലെങ്കിലും അജിത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. കാരണം അത്രയും നല്ല ആക്ടിങ് ആണ് പുള്ളി.
എല്ലാം കൊണ്ടും നല്ല സൂപ്പർ നല്ല സ്റ്റോറിയാണ്. എല്ലാം നല്ലൊരു സസ്പെൻസ് നിലനിർത്തിയുള്ള സ്റ്റോറി എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പടം. സൂപ്പർ പടമാണ്. എല്ലാവരും എന്താ പറയുക 2 വർഷത്തിന് ശേഷം വന്ന ഒട്ടും നിരാശയാക്കിയില്ല നമ്മളെ. അത്രക്കും നമുക്ക് ഒരു മാസ ക്ലാസ് എന്നൊക്കെ പറയാം. ഒരു ഇമോഷണലൊക്കെ അടങ്ങിയ നല്ല അടിപൊളി സൂപ്പറാണ്.